ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. പിന്നെ എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളും കേൾക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ ടു റീക്രിയേറ്റ് ദിസ് ലുക്ക്. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഞാൻ കളർ കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കളർ കറക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഇങ്ങനെ ഒരു പാലറ്റ് ഉണ്ട്. ഇതിൻ്റെ ലുക്കൊന്നും നിങ്ങൾ നോക്കട്ടെ. അപ്പം ഇതിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് ഇതുകൊണ്ട് ഒരു കുരു വന്ന് പോയതിൻ്റെ തെളിവ് ഇവിടെ ഉണ്ട്. അവിടെ അങ്ങനെ കുറച്ച് പിഗ്മെൻറ്റഡ് ഏരിയാസിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കി ചെയ്യുകയാണ്. കണ്ടോ, ഞാൻ കളർ കറക്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ ലൈറ്റായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളങ്ങനെ ഒരുപാടൊന്നും തേച്ച് വെറുതെ കുളമാക്കണ്ട. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇത്ര ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇനി ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ബ്ലെൻഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കൈവച്ച് കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പം അത് സെറ്റ് ആയിക്കോളും. ഇനി കൺസീലർ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ ആ കറക്റ്റർ യൂസ് ചെയ്ത് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഷെയ്ഡിങ് കുറച്ച് ലൈറ്റാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ആക്കാം. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇതങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ടിപ്പൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ എടുക്കുക, കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഷെയ്ഡ് കറക്റ്റ് അല്ലെങ്കിലും അതങ്ങ് ബ്ലെൻഡ് ആയി പൊക്കോളും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം. ഇനി നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എൻവൈബയുടെ 3-in-1 സെറം ഫൗണ്ടേഷൻ ആണ്. ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. മാത്രമല്ല ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വീണ്ടും ഞാൻ എൻ്റെ ബ്ലെൻഡർ എടുത്തിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഡാപ്പ് ഒരുപാട് വെള്ളം വന്നിട്ട് നനച്ച് കുതിർത്ത് പിഴിയാൻ പരുവത്തിനാക്കല്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. അതിൻ്റെ പിഗ്മെൻറ്റേഷനും എല്ലാം മറച്ച് അങ്ങനെ ഒരു മേക്കപ്പ് അല്ല ചെയ്യുന്നത് നമ്മൾ. ഇനി ഇതെല്ലാം കൂടെ ഒരു ലൂസ് പൗഡറോ കോമ്പാക്റ്റോ എന്തെങ്കിലും യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് പൗഡർ എടുത്ത് ചെയ്യുമൊന്നും വേണ്ട. ഇങ്ങനെ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തായിട്ട് ഐബ്രോ ഫില്ല് ചെയ്യണം. ഈ 2 സാധനം യൂസ് ചെയ്താണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകുന്നത്. സ്പൂല് യൂസ് ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ചീകി കൊടുക്കണം. നമ്മുടെ ഫേസിൽ മേക്കപ്പിലൊക്കെ ഈ ഐബ്രോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം അതില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. എനിക്കാണെങ്കിൽ ആകെ 4-3-7 രോമം ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ എഴുതി സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ ജെൽ ഐലൈനർ യൂസ് ചെയ്ത കേട്ടോ ഞാൻ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്രൗൺ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഞാനിതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു യൂസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ബ്ലാക്ക് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. ഞാൻ ഐബ്രോ അത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിരിയാൻ കുറച്ച് ശരിയാവും, കുറച്ച് വളരെ എനിക്ക് ഈ മുകളിലോട്ടൊന്നും പിരികില്ല. അപ്പോൾ അത് എഴുതുമ്പം ഒക്കെ കുറച്ച് കോമഡി ചെയ്യും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ പൗഡർ ഐബ്രോ പാറ്റിൽ ബ്ലാക്ക് യൂസ് ചെയ്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ പിരിവ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് നോക്കുമ്പം കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. അപ്പം എനിക്ക് അവിടെ ഇവിടെ ഒന്നും പിരിവില്ല. അപ്പം അതാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ നിൽക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കണ്ണുകൾ സെറ്റ് ചെയ്യാം. കൺസീലറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും നമ്മളുടെ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലും താഴെയും ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫിനിഷിംഗ് കിട്ടാൻ ഒരു എഡ്ജ് ഒരു ഷേപ്പിന്. ഞാൻ എൻ്റെ ഐബ്രോ പാലറ്റ് കാണിക്കുന്നില്ല, കാരണം അത് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇങ്ങനൊരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആ സെയിം ഷെയ്ഡ് തന്നെ ലൈറ്റായിട്ട് ഞാൻ താഴെയും കൂടെ ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ടൊരു ഷിമ്മർ ഷെയ്ഡ്, ഒരു ഗോൾഡൻ കളറാണ്. അപ്പം അതിങ്ങനെ നടുക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ണെഴുതി കൊടുക്കാം. ഞാൻ ചെറിയൊരു വിങ് ഒക്കെ കൊടുത്ത് ആദ്യം ഞാൻ ഇവിടുന്ന് ഒരു വിങ് ഇട്ട് കൊടുക്കുകയാണ്. ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് വഴിക്കൊക്കെ ഇരിക്കുന്നത്, എന്തായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലോ. ഇനി അടുത്തത് മസ്കാര ഇട്ട് നമുക്ക് കൺവീൽ ഇങ്ങനെ പൊക്കി വെക്കാം. ഇവിടെ ഒരു കളർ ഉണ്ടെങ്കിൽ അതാദ്യം യൂസ് ചെയ്യുക, എന്നിട്ട് മസ്കാര ഇടുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കളർ യൂസ് ചെയ്ത് ഇതിങ്ങനെ പൊക്കി കൊടുക്കും. കണ്ണിൻ്റെ താഴെ കൂടെ എഴുതി കൊടുക്കാം. ഒരു കാതിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഇടുന്നില്ല, ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു ലൈൻ മാത്രം ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ ഒരു ബ്ലഷ് വേണമെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ ഒരു ബ്ലഷ് വാങ്ങിച്ചു.
നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലഷാണ്. കാരണം ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ നല്ല പിഗ്മെന്റഡ് ആണ്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി സാധനമാണ്. അങ്ങനെ ഒത്തിരി ബ്ലഷ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ബ്ലഷ് ഇട്ടിട്ടെന്ന് അറിയണമല്ലോ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലാസ്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇപ്പം എനിക്ക് ഈ ലിപ് ലൈനർ ഇടുമ്പം ഈ കാജൽ വെച്ച് ലൈൻ ചെയ്യാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഗേൾസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഷെയ്ഡൊന്നും പറയുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കും. കൊള്ളാം കേട്ടോ, നേരിട്ട് കാണാൻ കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഒരു പൊട്ടും കൂടെ വെച്ചാലോ? ഏത്? ഇനി ഞാൻ പോയി സാരി കൊടുത്ത് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് വരാം. വെയിറ്റ് ചെയ്യണേ. നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ ശരി, എന്നാ ബൈ.